ഹായ്, നമസ്കാരം. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. ഒരു 10 വർഷത്തിൽ നമ്മുടെ വൈദ്യുതി ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് എവിടെയാണ്? KCBയിലാണോ, DGയിലാണോ, അതോ സോളാറിലാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. പ്യൂർലി നമുക്ക് കണക്കുകൾ മാത്രം പരിശോധിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കേസ് തന്നെയാണ് നമ്മൾ ഇവിടെയും പരിഗണിക്കുന്നത്. ഒരു മാസം ഒരു 1800 യൂണിറ്റ് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനം, അതായത് ഒരു മാസം 20,000 രൂപ എടുത്ത് വൈദ്യുതി ചെലവിൽ മാത്രം KCBയിലേക്ക് അടയ്ക്കുന്ന ഒരു സ്ഥാപനം. താരിഫറത്തിന് മറ്റു ചിലവുകളെല്ലാം കൂടി പരിഗണിച്ചാൽ 10 വർഷം കൊണ്ട് നമ്മളൊരു 24 മുതൽ 30 ലക്ഷം രൂപ വരെ KCBയിലേക്ക് അടയ്ക്കുന്നു. ഇനി നമ്മളടുത്ത് ഒരു ഡീസൽ ജനറേറ്റർ വാങ്ങുന്നതോടെ പരിഗണിച്ച് നോക്കാം. മെഷീൻ വാങ്ങാൻ മാത്രം ഏകദേശം 3 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ ചെലവ് വരാം. അതിന്റെ ഫ്യൂൽ എക്സ്പെൻസ് കണക്കാക്കുകയാണെങ്കിൽ ഓരോ വർഷവും 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നുണ്ട്. അതും നമ്മളൊരു 10 വർഷത്തേക്ക് കണക്കാക്കുകയാണെങ്കിൽ ചെലവ് 60 ലക്ഷം കണക്കും. ഇതിൽ നമ്മൾ മെയിൻ്റനൻസിന്റെ കമ്പോണന്റ് കണക്കാക്കിയിട്ടേ ഇല്ല. ഇനിയിപ്പോൾ നമ്മളൊരു സോളാറിന്റെ നല്ലൊരു ഹൈബ്രിഡ് സിസ്റ്റം കൂടെ പരിഗണിക്കാം. അതിന്റെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഏകദേശം ഒരു 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്നുണ്ട്. മെയിൻ്റനൻസ് കോസ്റ്റും ബാക്കി എല്ലാ ചെലവുകളും കൂടെ കണക്കാക്കിയാൽ പോലും ഒരു 10 വർഷം കൊണ്ട് ഇതിന് മാക്സിമം വരാൻ പോകുന്ന ഒരു ചെലവ് എന്ന് പറയുന്നത് ഒരു 16 ലക്ഷം രൂപയാണ്. സെയിം ലോഡ്, സെയിം യൂസേജ്, വരുന്ന ചിലവോ പകുതിയിൽ താഴെ മാത്രം. അപ്പൊ ശരിക്കും ലോജിക്കലി ചിന്തിച്ചാൽ ഏതാണ് ശരിക്കും ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഡിസിഷൻ? ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതൊരു റിമോട്ട് ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്യും? KCBയുടെ ഒരു വൈദ്യുതി ലൈൻ പോലും നിങ്ങളുടെ അവിടെ ലഭ്യമല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്കതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.